കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ചൂച്ചാൻ്റെ പല്ലുണ്ടല്ലോ പൾപെക്ടമി ചെയ്തത് അത് പകുതിക്ക് ഒടിഞ്ഞുപോയി. അപ്പോൾ ഈ പ്രാവശ്യം ഒന്നും കൂടി ഡോക്ടറെ കാണാനാണ് പോകുന്നത്. എവിടെ പോവാ ചൂച്ചാ? പല്ലിക്കാട്ടൻ. ഇന്ന് ഞങ്ങൾ പോയത് ഡാഡിയുടെ കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ എത്തി. ഒരുപാട് വട്ടം പോയോണ്ടാണെന്ന് തോന്നുന്നു ചൂച്ചാക്ക് അത് സ്വന്തം വീട് പോലെയായിരുന്നു. ചെന്നപ്പോൾ തന്നെ വായ മരയിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തു. കഴിഞ്ഞ തവണ റൂട്ട് കനാൽ ചെയ്ത പല്ലിൻ്റെ മരുന്നിട്ട കവർ പകുതിന്ന് ഒടിഞ്ഞു പോയായിരുന്നു. അത് കാണിക്കാൻ ഈ ടൈം ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ മറ്റേ പല്ലും പഴയതുപോലെ കേടായി എന്നുള്ളത്. പിന്നെ ഡോക്ടർ ചൂച്ചയുടെ പല്ലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ ഇട്ടെന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഡാഡിക്ക് ഒരു ചായയും ഞങ്ങൾക്ക് 2 ഷാർജയും പറഞ്ഞു. ഡാഡി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ ഷാർജ ഇതുവരെ എത്തിയില്ലായിരുന്നു. ചൂച്ച വിചാരിച്ച് ചൂച്ചാക്ക് ഷാർജ കിട്ടൂലെന്ന്. അങ്ങനെ ഞാനും ഡാഡിയും കൂടി ചൂച്ചാനായിട്ട് കുരു പൊട്ടിക്കണേ കേട്ടോ കേൾക്കുന്നത്. വീട്ടിൽ പോവാ ചോറിഞ്ഞ വീട്ടിൽ പോയിട്ട് പിന്നെ സാധനം വന്നപ്പോൾ ചൂച്ച ഹാപ്പിയായി. പിന്നെ പോരാൻ നേരത്തെ ഒരു മിഠായി കൂടി വാങ്ങിച്ചപ്പോൾ അവൻ ഡബിൾ ഹാപ്പിയായി.